പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഈശോ ജീവൻ്റെ ഉറവിടമാണ്. യോഹന്നാൻ 10:10 യേശു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഈ തിരുവചനം കൂടുതൽ വ്യക്തമാക്കുവാനായി ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 15:1-2 തിരുവചനങ്ങളിലൂടെയാണത് പറയുന്നത്. എന്നാൽ യോഹന്നാൻ 15:5-6 തിരുവചനങ്ങളിലൂടെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോകുകയും ചെയ്യും. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. നമുക്കറിയാം, ശാഖകൾ തായ്തണ്ടിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ അതിലൂടെ ഒഴുകുന്ന ജീവരസം ശാഖകളിലേക്ക് എത്തുകയുള്ളൂ. ഇങ്ങനെ ലഭിക്കുന്ന ജീവരസമാണ് ശാഖകൾക്ക് വളരാനും ഫലം പുറപ്പെടുവിക്കുവാനുമുള്ള ശക്തി നൽകുന്നത്. ശാഖകൾ തായ്തണ്ടിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ എന്തു പറ്റും? എന്താണ് സംഭവിക്കുന്നത്? ജീവൻ നിലനിർത്താനും വളരാനും ആവശ്യമായ പോഷകവും ജലവും ലഭിക്കാതെ ശാഖകൾ ഉണങ്ങിപ്പോകും. അവയ്ക്ക് ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് യോഹന്നാൻ 10:10 ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഈശോയാണ് മുന്തിരിച്ചെടി, നാം അതിലെ ശാഖകളും ആണ്. ഈശോയിൽ നിന്നാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത്. ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ വചനം പാലിക്കുന്നവർക്ക് ദൈവിക ജീവൻ ലഭിക്കുകയും അവർ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഈശോയെ വിശ്വസിച്ചും സ്നേഹിച്ചും അവിടത്തോട് ചേർന്ന് നിൽക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? യോഹന്നാൻ 15:10 യേശു പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ വചനത്തിൽ അല്ലെങ്കിൽ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യേശുവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയും. നാം ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കാതെ ജീവിക്കുമ്പോൾ ഈശോയിൽ നിന്ന് നാം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നു. ജീവൻ്റെ ഉറവിടമായ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ വചനമനുസരിച്ച് ജീവിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നാം മാറണം. എന്താണ് നല്ല ഫലം? ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മറ്റു മനുഷ്യരെ സ്നേഹിക്കുകയും അവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയും അവർക്ക് നന്മകൾ ചെയ്യുകയും ചെയ്യുന്നതാണ് നല്ല ഫലങ്ങൾ. അങ്ങനെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.